പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായി ഞങ്ങളെ ഈ 2025 അവിടുന്ന് ആനയിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനുവരി മാസത്തില് ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കുവാനും വിശുദ്ധീകരിക്കുവാനും ശക്തീകരിക്കുവാനും ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും കൃപയും സംരക്ഷണവും എല്ലാം സ്വീകരിക്കുവാനും ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ശുശ്രൂഷയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ പങ്കുചേരുന്ന എല്ലാ മക്കളെയും ഇവിടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്വർഗത്തിന്റെ വലിയ സഹായവും അതിസ്വാഭാവികമായ കൃപകൾ നിറച്ച് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും യൗസേ പിതാവിന്റെയും ഉണ്ണീശോയുടെയും നിറസാന്നിധ്യം, തിരുക്കുടുംബത്തിന്റെ മാതൃക, സംരക്ഷണം, കൃപ എല്ലാം നിറച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മള് ഇന്ന് മുതല് അച്ഛൻ പറഞ്ഞ പോലെ കുടുംബങ്ങളുടെ ആഴത്തിലേക്ക് എന്നുള്ള ഒരു വലിയ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ആവിധം പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം, കൃപ, വിടുതൽ, വലിയ അഭിഷേകം സ്വന്തമാക്കാൻ വേണ്ടിയുള്ള വലിയൊരു പ്രാർത്ഥന യജ്ഞത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കണം. നമുക്കറിയാം, കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുള്ള ഒരു സാന്നിധ്യമാണ്. കുടുംബത്തിലായിരിക്കും. ഇനി കുടുംബം എല്ലാവരെയും സ്വാധീനിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ വേര് എവിടെ കിടക്കുന്ന? നമ്മുടെ കുടുംബത്തിലാണ്. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ഫാമിലി ട്രീ, കുടുംബവൃക്ഷം, നമ്മുടെ വീട്ടിൽ നിന്ന് ലഭിച്ച കാര്യങ്ങള്, ഉത്ഭവ സമയം, അങ്ങനെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ സ്വാധീനമുള്ളവരാ നമ്മളൊക്കെ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് കുടുംബത്തിന്റെ സ്നേഹം, കുടുംബത്തിന്റെ ഐക്യം, കുടുംബത്തിലെ സമാധാനം, കുടുംബത്തിലെ സാമ്പത്തികത, കുടുംബത്തിന്റെ വളർച്ച, കുടുംബത്തിന്റെ കൂട്ടായ്മ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഒത്തിരിയേറെ കുടുംബങ്ങളില് സമാധാനമില്ല, സന്തോഷമില്ല, ഒരൈക്യമില്ല, ഒത്തിരിയേറെ പ്രശ്നങ്ങള്. എങ്ങനെ ജീവിക്കാവുന്ന കുടുംബങ്ങളാ നമ്മുടെ കുടുംബങ്ങള്? എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോകുന്നു? അതുകൊണ്ട് നമ്മള് ഈ ദിവസങ്ങളില് കുടുംബത്തിന്റെ അടിസ്ഥാനങ്ങളിലേക്ക്, കുടുംബത്തിന്റെ വേരുകളിലേക്ക്, കുടുംബത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന വചനത്തിന്റെ അടിസ്ഥാനത്തില് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് തിരുക്കുടുംബത്തിന്റെ മാതൃകയില് നമ്മള് കഴിഞ്ഞ ദിവസം തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു. അപ്പൊ തിരുക്കുടുംബത്തിന്റെ മാതൃക, വിശുദ്ധ ബൈബിളിലെ അനേക കുടുംബങ്ങള് അവർ ജീവിച്ച ജീവിതം, അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ കുടുംബത്തെ കുറിച്ചുള്ള വചനത്തിന്റെ വലിയ പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ മാസം മുഴുവനും കുടുംബത്തിന്റെ ആഴങ്ങളിലേക്ക് വന്ന് നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങള്, തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട നമ്മുടെ കുടുംബത്തിന്റെ ശക്തിയുണ്ട്, സംരക്ഷണമുണ്ട്, ബലമുണ്ട്. അതിനൊക്കെ വീണ്ടും ജ്വലിപ്പിച്ച് ശക്തിപ്പെടുത്തി ഉറപ്പിച്ച് എടുക്കണം. മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ നാശത്തെ ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ സ്വാധീനങ്ങള്, ശക്തികള്, പൈശാചികതകള്, എതിർ പ്രാർത്ഥനകള്, എതിർ ശക്തികള്
നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോ നമ്മുടെ കുടുംബങ്ങൾ ഒരുമിച്ച് നിന്ന് കർത്താവിന്റെ വലിയ ശക്തിയും പ്രകടമാക്കി എടുക്കണം. അതിനുവേണ്ടിയൊക്കെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്ന, നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രത തകർക്കുന്ന, നമ്മുടെ കുടുംബത്തിലുള്ള മക്കളെ വഴി പിഴപ്പിക്കുന്ന, നശിപ്പിക്കുന്ന, നമ്മുടെ കുടുംബത്തിന്റെ ഏൽക്കുന്ന മുറിവുകള്, ക്ഷതങ്ങള് ഉണക്കുന്ന ഒത്തിരിയേറെ അഭിഷേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൊണ്ട് നിറച്ചുകൊണ്ട് നമ്മൾ ഈ മാസം നമ്മുടെ കുടുംബങ്ങളെ കൃപയുടെ ഭവനങ്ങളാക്കി മാറ്റുകയാണ്. വിവാഹമെന്ന ഉദാശയിലൂടെ ഈ ജീവിതം ആരംഭിക്കുമ്പോ ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം യോജിപ്പിക്കുമ്പോ ആ അടിസ്ഥാനത്തിന്റെ ബലം എവിടെ, അതെങ്ങനെ സ്വന്തമാക്കാൻ പറ്റും? ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ആഴത്തിൽ ധ്യാനിക്കണം. മക്കൾ ജനിക്കുന്ന അവസ്ഥ, മക്കൾക്കുണ്ടാകുന്ന ആ ഉത്ഭവ പാപത്തിന്റെ മേഖല, അതുമായിട്ട് ബന്ധപ്പെട്ട മുറിവുകള്, അതുമായിട്ട് ബന്ധപ്പെട്ട അഭിഷേകങ്ങള്, അതിലൂടെ മക്കളുടെ ജനനം, ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള കുടുംബങ്ങള്, ഇതെല്ലാം നമ്മൾ ശരിക്കും പരിശോധിച്ച് ചില കടങ്ങളുണ്ട്. നമ്മള് കുടുംബവൃക്ഷത്തിന്റെ കടങ്ങളെ കുറിച്ചൊക്കെ കുറെ ധ്യാനിച്ചാർന്നു. ഇന്ന് നമ്മള് ജീവിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ കിടക്കുന്ന കടങ്ങളുണ്ട്. നമ്മിലൂടെ വന്ന, നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നവര് വന്ന കടങ്ങള്, അതെല്ലാം നമ്മള് വീട്ടപ്പെടാൻ വേണ്ടി കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, കുടുംബങ്ങളെ അതുപോലെ സ്നേഹിച്ച് കുടുംബത്തിൽ ഇറങ്ങി വന്ന് ഇടപെട്ട ഈശോ, അത് നമ്മൾ ധ്യാനിക്കും. ആ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ വിളിച്ചിറക്കി, പരിശുദ്ധ അമ്മയെ കൊണ്ടുവന്ന്, യോസപിതാവിനെ കൊണ്ടുവന്ന്, ഉണ്ണീശോയെ കൊണ്ടുവന്ന്, മാലാഖമാരെ കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തെ സ്വർഗത്തിന്റെ സാന്നിധ്യ സംരക്ഷണത്തിൽ ഉറപ്പിക്കുന്ന വലിയ അഭിഷേക ശുശ്രൂഷ കൂടിയാണ് ഈ ജനുവരി മാസത്തില് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലിയ സ്നേഹത്തോടെ, വലിയ സന്തോഷത്തോടെ നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്ന, അഭിഷേകത്തിൽ കൃപയിൽ ഉറപ്പിക്കുന്ന ഈ മഹനീയ ജനുവരി 2005 ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും അച്ഛൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അടിമത്തങ്ങള്, തിന്മകള്, പൈശാചിക പീഡകള്, ദൈവഹിതത്തിനും ദൈവവചനത്തിനും നിരക്കാത്ത എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഒരു പുത്തൻ അഭിഷേകത്തിൽ, ദൈവത്തിന്റെ വലിയ പ്രകാശത്തിൽ, വലിയ സ്നേഹത്തിൽ, ഐക്യത്തിൽ നിറയപ്പെട്ട ഒരു കുടുംബമായി മാറുവാൻ, നമ്മുടെ എല്ലാ കുടുംബങ്ങളും അങ്ങനെ എത്തിരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു നിയോഗത്തിനു വേണ്ടി സാധിക്കുന്ന മക്കളൊക്കെ ഉപവസിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക, ഒത്തിരിയേറെ ഉദാശകൾക്ക് പ്രാധാന്യം കൊടുത്ത് കുമ്പസാരം, വിശുദ്ധ കുർബാന, ഇതൊക്കെ വലിയ ചൈതന്യത്തോടു കൂടി സ്വീകരിക്കുക. ഓരോ ദിവസവും പറയുന്ന മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടും പ്രിയപ്പെട്ട മക്കളെ കുടുംബങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വന്ന് ആഴങ്ങളിൽ സൗഖ്യവും സമാധാനവും വീണ്ടെടുപ്പും വിടുതലും സ്വാതന്ത്ര്യവും ശക്തിയും ചൈതന്യവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ വീണ്ടും കൃപയിൽ പണിതുയർത്താൻ ഈ ദിവസങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ദിവ്യകാല സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ദിവസങ്ങളൊക്കെ ഒത്തിരിയേറെ ശുശ്രൂഷകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല മടുപ്പും ശബ്ദത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കർത്താവ് നമുക്കറിയാലോ മുടങ്ങാതെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് കർത്താവിന്റെ ഹിതമാണ്, ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, ഇത് സ്വർഗത്തിന്റെ വലിയൊരു വെളിപ്പെടുത്തല. ഇതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് തന്നെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളുടെ വേദന കാണുമ്പോൾ, സങ്കടം കാണുമ്പോൾ, കുടുംബ തകർച്ച കാണുമ്പോൾ ഒത്തിരി വേദനിക്കുന്നുണ്ട് അച്ഛൻ. നമ്മളൊക്കെ ആ വേദനയോട് കൂടി എല്ലാ കർത്താവിന്റെ സന്നദ്ധിയില്, ദിവ്യകാല സന്നദ്ധിയിലൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ നിത്യാരാധനയില് ഈ നിയോഗത്തിന് വേണ്ടി ശക്തമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അനേക മക്കളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ അവിടെ നിയോഗം വെച്ച് എഴുതി വച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള കൃപ ഈ ശുശ്രൂഷയില് എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് പ്രത്യേകം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഒരു കാര്യം അച്ഛൻ പറയാണ്, നമ്മുടെ ഈ ശുശ്രൂഷ അനേകരിലേക്ക് ഷെയർ ചെയ്യണം.
കുടുംബങ്ങളാണ് മക്കളുടെ അടിസ്ഥാനം. വേറെ എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ കിട്ടിയാലും എന്തൊക്കെ അറിഞ്ഞാലും കുടുംബത്തെ വചനാധിഷ്ഠിതമായി സ്വർഗത്തിന്റെ മനസ്സറിഞ്ഞ് തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും കുടുംബം പോയാൽ പോയില്ലേ മക്കളെ. അതുകൊണ്ട് ഈ ശുശ്രൂഷ അത്രമാത്രം വിലമതിക്കപ്പെടേണ്ട ശുശ്രൂഷയാണ്. മാക്സിമം പങ്കുവെക്കുക, പ്രാർത്ഥിക്കുക, ചാനല് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം, അനേകം മക്കളോട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഈ ശുശ്രൂഷ അനേകം ആയിരങ്ങളിലേക്ക് ലക്ഷങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ഒരു പ്രത്യേക ബ്ലെസ്സിംഗ് നിങ്ങൾക്ക് തരാണ്. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇപ്പൊ സമയം നമുക്ക് ആരാധനയില് നമ്മുടെ ഈ മാസത്തെ നിയോഗങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. നിങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് കൃപയുടെ ഭവനങ്ങൾ, അതാണ് കൃപയുടെ ഭവനങ്ങൾ ആക്കി മാറ്റട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഈ ജനുവരി മാസത്തില് ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തീകരിക്കുവാനും വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അങ്ങ് നൽകിയിരിക്കുന്ന ഈ അഭിഷേക ശുശ്രൂഷയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യ ഞങ്ങളെല്ലാ കുടുംബങ്ങളും അങ്ങയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയപ്പെട്ട കുടുംബങ്ങളാണല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച് അങ്ങേക്കൊരു മനസ്സുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച് അങ്ങേക്കൊരു പദ്ധതിയുണ്ട്. തിരുവചനത്തിലൂടെ കർത്താവെ, തിരുക്കുടുംബത്തിന്റെ മാതൃകയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കുടുംബജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കി കുടുംബങ്ങളെ ക്രമപ്പെടുത്തുവാൻ, അഭിഷേകത്തിൽ നിറയ്ക്കുവാൻ, ശക്തിയിൽ നിറയ്ക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഈ ഒരു മാസത്തിന്റെ ശുശ്രൂഷകളിലൂടെ അഭിഷേകമുള്ള, കൃപയുള്ള, ശക്തിയുള്ള, ഉറപ്പുള്ള, ബലമുള്ള, സംരക്ഷണത്തിന്റെ കരുത്തുള്ള കുടുംബങ്ങളാക്കി ഉറപ്പിക്കണമേ. കർത്താവെ, വന്നുപോയ വീഴ്ചകള്, അപാകതകള്, കുറവുകള് മനസ്സിലാക്കി തന്നുകൊണ്ട് ആഴങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളെ ആനയിക്കണമേ. അതിനുവേണ്ട ദൈവിക ജ്ഞാനവും വചനത്തിന്റെ അഭിഷേകവും സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകളും എല്ലാം നൽകി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ഓരോരുത്തരെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങള്, ദൈവത്തിന്റെ പദ്ധതി, അതിനെതിരായ പ്രവൃത്തികള്, അതിലൂടെ കടന്നു വന്ന ചില പൈശാചിക പീഡകള്, ചില നഷ്ടങ്ങള്, ശാപങ്ങള്, ഇതെല്ലാം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈശോ വന്നത് നമ്മെ മോചിപ്പിക്കാനാ. ഈശോ വന്നത് നമുക്ക് ജീവൻ തരാനാ. അനേക കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് കുടുംബങ്ങളെ അനുഗ്രഹിച്ച ഈശോയാണ് നമ്മുടെ ഈശോ. കാനായിലേക്ക് വന്നു, ലാസറിന്റെ വീട്ടിലേക്ക് വന്നു, പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് വന്നു, ഒത്തിരിയേറെ വീടുകളിലേക്ക് വന്ന് ആ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു, ആശീർവദിച്ചു, അവരുടെ ആവശ്യങ്ങളിൽ ഇടപെട്ടു. ദിവ്യകാരുണ്യ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും അങ്ങ് കടന്നു വരണം. ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്കും അങ്ങ് കടന്നു വരണം. ഞങ്ങളുടെ അവസ്ഥകളിലേക്ക് അങ്ങ് ഇടപെടണം. ഈശോയെ, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ ഇതാ സമർപ്പിക്കുന്നു. ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. സ്നേഹത്തില്, ഐക്യത്തില്, വലിയ അനുസരണത്തില്, സമാധാനത്തില് ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കുവാൻ സമാധാന ദാതാവായ ദിവ്യകാരുണ്യ ഈശോയെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ വിധത്തില് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് ഇടപെടണമേ. അങ്ങയുടെ സമാധാനം കൊണ്ട്, സൗഖ്യം കൊണ്ട്, ജീവന്റെ സമൃദ്ധി കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. ഈ ദിവസങ്ങൾക്ക് ആവശ്യമായ
എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് പറയുന്ന വചനങ്ങൾ കേട്ട് അനുസരിക്കാനും കുടുംബത്തെ ക്രമപ്പെടുത്താനും വിശുദ്ധീകരിക്കുവാനും നവീകരിക്കുവാനും കൂടുതൽ കൂടുതൽ അഭിഷേകത്തില് നിറച്ചെടുക്കുവാനും ഇടയാകട്ടെ. സോ അതിനെല്ലാം വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബാംഗങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീടിരിക്കുന്ന മണ്ണ്, ആ മണ്ണിരിക്കുന്ന അന്തരീക്ഷം, ഞങ്ങളുടെ ദേശം എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വാധീനങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങളെ ആഴത്തിൽ അനുഗ്രഹിക്കണമേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. സോയെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അങ്ങ് ഇടപെടണം. ഞങ്ങളുടെ വേരുകളിലേക്ക് ഇറങ്ങി വന്ന് അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങളെ സുഖപ്പെടുത്തണം. അടിസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് ഇടപെടണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് അങ്ങയുടെ കൈ പിടിച്ച് അങ്ങയുടെ ആശീർവാദത്തിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ പ്രവേശിക്കുന്നു. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കുടുംബത്തിന്റെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവികാന സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ കുടുംബങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള ഈ ശുശ്രൂഷയിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ സമാധാനവും വലിയ വീണ്ടെടുപ്പും വലിയ അനുഗ്രഹങ്ങളും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നിശബ്ദമായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ കുടുംബത്തിന്റെ മേല് കർത്താവിന്റെ ദിവ്യവരങ്ങൾ ചൊരിയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും. മക്കളെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.